ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? അഞ്ചാമത്തെ പ്രസവത്തോടു കൂടിയൊരു പെണ്ണ് മരിച്ച സംഭവം ഉണ്ടായില്ലേ, ആ സംഭവത്തെക്കുറിച്ചാണ് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണല്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്? ഇപ്പോഴും കുറച്ച് മുന്നേ അതേപോലൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നില്ലേ, പെണ്ണ് മരിച്ച സംഭവം. അവിടെ തിരുവനന്തപുരത്ത് എവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അക്യുപഞ്ചർ വഴി പ്രസവം എടുക്കാൻ നോക്കിയിട്ട് ആ പെണ്ണ് മരിച്ച സംഭവം. അതൊക്കെ ആൾക്കാരിങ്ങനെ മറന്നു വരുമ്പോഴാണ് ഇത് പുതിയൊരു സംഭവം ഉണ്ടാവണല്ലേ. ഇതിനൊക്കെ എന്താ പറയണ്ടെന്ന് തന്നെ അറിയില്ല അല്ലേ എല്ലാവർക്കും. ഇങ്ങനൊക്കെ കാലങ്ങൾ പുരോഗമിച്ചിട്ടും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇവിടെ. നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ അല്ലേ. ഈ 5 പ്രസവമൊക്കെ ഈ ഒരു കാലത്ത് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതമാണ്. ഒന്നെന്നെ വയ്യാത്തൊരു കാലമാണ്. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ മുക്കിമൂളി രണ്ടാമതൊന്നും കൂടി എന്നല്ലാതെ 3, 4 ഇപ്പോൾ ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. അതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഉള്ള സമയത്താണ് ഈ 5 പ്രസവമൊക്കെ ആവുക എന്നുള്ളത്. 5 പ്രസവമൊക്കെ പ്രസവിക്കുക എന്നുള്ളത് ഇന്ന് അത്ഭുതമുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവണത് എന്താ പറയുക, ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അതൊക്കെ. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവണത് ഒരു അമിതമായ വിശ്വാസം, വിശ്വാസത്തിന് അഡിക്റ്റായത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവണത്. പിന്നെ മാത്രമല്ല, എന്താ പറയുക, മുന്നിലുള്ള ചോറ് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഉണ്ടാവും. ഭയമാണ് ഒന്നാമത് തന്നെ, ഭയമാണ്. അതായത് മുന്നിലിരിക്കണ ചോറ്, വിളമ്പി വെച്ച ചോറ് നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ഭയമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ ഉള്ള ഒന്നാമത്തെ കാര്യം അതാണ് കേട്ടോ. ഈ 3, 4, 5 പ്രസവിക്കാനൊക്കെ ഉണ്ടാവണതിൻ്റെ കാരണം ഇത് തന്നെയാണ്. പ്രസവിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടായിന്നൊന്നും വരില്ല. പക്ഷേ ഭയം ഇതന്നെ, മുന്നിലുള്ള ചോറ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇങ്ങനത്തെ 5, 6 പ്രസവങ്ങൾ ഉണ്ടാവണത്. ഇങ്ങനെ ലാസ്റ്റ് 5, 6 പ്രസവിച്ചിട്ട് ആ കുട്ടികൾക്കൊന്നും മാതാവില്ലാണ്ടാവണേൻ്റെ കാരണം ഇതന്നെയാണ്. രണ്ടാമത്തതാണ് അമിത വിശ്വാസം, അന്ധവിശ്വാസം. ഉള്ള വിശ്വാസം അത് അമിതമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നത് അതുമാണ് രണ്ടാമത്തെ കാരണം. പിന്നെ അഭിമാന പ്രശ്നം കൊണ്ടാണല്ലോ പിന്നെ ഈ അയൽവാസികളൊന്നും, ഒരു വീട്ടിൽ നമ്മൾ താമസിച്ചിട്ട് അയൽവാസികളൊന്നും അറിഞ്ഞിട്ടില്ല. അയൽവാസികൾ പിന്നെ അങ്ങനെ ഒരു കൂട്ടർ വന്നതിനെ അറിഞ്ഞിട്ടില്ല, അവരായിട്ട് കമ്പനി ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയൽവാസികൾ പറയുന്നതിൻ്റെ കാരണം ഇവരുടെ അഭിമാന പ്രശ്നമാണ്. ഒരാൾ മരിച്ചിട്ട് ആംബുലൻസ് വിളിച്ച് കൊണ്ടുവന്ന് അവിടുന്ന് കൊണ്ടുപോയിട്ടും പിന്നെ ആരും അറിഞ്ഞില്ല എന്ന് പറയേണ്ടി വരുന്നതും ഇവരുടെ ആൾക്കാരുടെ അഭിമാന പ്രശ്നം കൊണ്ട് തന്നെയാണ്. എൻ്റെ കയ്യിൽ ബേബി ഉണ്ട് കേട്ടോ, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിയിട്ടില്ല, രാത്രിയാകുമ്പോൾ ഉറങ്ങൂല.
പുലർച്ചെ വരെ 5 മണി വരെയൊക്കെ അവൻ്റെ ഉമ്മ അവനെ നോക്കി. അപ്പം ഉമ്മ ഒന്ന് ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് ഞാനെടുത്ത് മടി കൊടുന്ന് വെച്ചിട്ട് ഇരിക്കട്ടാ. അവൾ ഭയങ്കര വാശി. രാത്രിയായി 12 മണി കഴിഞ്ഞ് പിന്നെ ഉറങ്ങൂല. പിന്നെ 6:30 7 മണി ആവണം. ഇപ്പം 5 മണി ആയിട്ടുള്ളൂ കേട്ടാ. അപ്പോൾ കരയാണ്ടിരിക്കായിരുന്നു എൻ്റെ മടിയിൽ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പുറപ്പെട്ടത്. നോക്കുമ്പോൾ മുഴുവനാക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ പറയാട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.